എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെണ്ടയ്ക്ക തോരൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും വെണ്ടയ്ക്ക തോരനൊക്കെ തയ്യാറാക്കാൻ അറിയാമെന്നായിരിക്കും. എന്നാൽ ഇതിനകത്ത് ഞാൻ കുറച്ച് ടിപ്സ് എങ്ങനെയാണ് ഇത് അരിയുന്നതെന്നുള്ള ടിപ്സാണ് പറഞ്ഞിരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ച വെണ്ടയ്ക്കയാണിത്. അപ്പോൾ ഇതിനകത്ത് നിറച്ചും വെള്ളമയമുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളമയം ഒന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു കിച്ചൺ ടവലോ അതുപോലെ എന്നുണ്ടെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പറോ എന്തായാലും യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം നമുക്ക് ഓരോ വെണ്ടയ്ക്കും നല്ലതുപോലെ തുടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നല്ലതായിട്ട് നമുക്കൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രൈ ചെയ്തെടുത്ത് അരിയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇത് നമുക്ക് കുഴഞ്ഞ് കിട്ടുക. അത് നമുക്ക് ഇതിനകത്തൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അരിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. പിന്നെ നമുക്കൊരു കയ്യിലൊക്കെ ചൊറിച്ചിലുണ്ടാകാനുള്ള ചാൻസും ഉണ്ടാവും ചിലവർക്ക്. അപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളമയം മാറി നല്ലതായിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വെണ്ടയ്ക്ക കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, കണ്ടോ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ആ വെണ്ടയ്ക്ക ഒട്ടും മൂക്കാത്ത നല്ല എളുപ്പമുള്ള നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന വെണ്ടയ്ക്ക എന്ന് മനസ്സിലാകേണ്ട. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒടിച്ചു വിട്ടാൽ മതി. അപ്പോൾ തന്നെ ഉണ്ട് ഒടിയുന്നുണ്ട്. അപ്പോൾ നല്ല പാകമായ വെണ്ടയ്ക്കയെന്ന് മനസ്സിലാവും. പക്ഷേ ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ഞാൻ ഒടിച്ചിട്ടും അത് ഒടിഞ്ഞിട്ടില്ല നന്നായിട്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മൂത്ത ഹാർഡായിട്ടുള്ള വെണ്ടയ്ക്കയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ തോരൻ വെക്കാനും കറിക്കൊക്കെ നല്ല എന്താ പറയുക എളുപ്പമായ വെണ്ടയ്ക്കയാണ് നമുക്ക് കൂടുതലും നല്ലത്. അപ്പോൾ ഈ വെണ്ടയ്ക്കുന്നുണ്ടോ അതിൻ്റെ അറ്റം ഒട്ടും തന്നെ ഒടിയുന്നില്ല ശരിക്കും. അത് ഭയങ്കരമായിട്ട് മൂത്ത വെണ്ടയ്ക്കയാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ വെണ്ടയ്ക്ക സെലക്ട് ചെയ്യുന്ന സമയത്തും ജസ്റ്റ് അതിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇത് മൂത്തതാണോ, ഒത്തിരി മൂത്തതാണോ അതോ നമ്മുടെ പാകത്തിനുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വെണ്ടയ്ക്ക വാങ്ങാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കെടുക്കാം. ഇപ്പോൾ ഞാൻ വെണ്ടയ്ക്കെല്ലാം തുടച്ച് ആ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അരിയാം. ചെറുതായിട്ട് വേണമെങ്കിലും അരിയാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നമ്മൾ വട്ടത്തി ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിലും നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ അരിഞ്ഞാൽ മതിയായിരിക്കും. തോരനും ഇങ്ങനെ തന്നെ അരിഞ്ഞിട്ടാലും മതിയായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഇത് അരിയുന്നത് വെച്ചാൽ ചെറിയ രീതിയിൽ, അതായത് 4 ആയിട്ട് മുറിച്ചിട്ട് ചെറിയ രീതിയിലാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് 4 പാർട്ടായിട്ട് മാറ്റാം. ജസ്റ്റ് ഇതേപോലെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതിനകത്ത് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകുന്നില്ല. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് വിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ആ വെള്ളമയം ഒട്ടും തന്നെ ഇല്ലാത്ത കാരണമാണ് നല്ല രീതിയിൽ ഇങ്ങനെ വിട്ട് വരുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വെണ്ടയ്ക്കും നമുക്ക് ഇതേപോലെ തന്നെ നല്ലതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, എൻ്റെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഇത് ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. നന്നായിട്ട് തന്നെ നമുക്കത് വിട്ട് തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെണ്ടയ്ക്കയും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ എല്ലാ വെണ്ടയ്ക്കയും നല്ലതുപോലെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറിയ പീസായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒട്ടും തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. കണ്ടില്ലേ, അതിൻ്റെ ആ എന്താ പറയുക കുഴഞ്ഞൊന്നും ഇരിക്കുന്നില്ല. നന്നായിട്ട് തന്നെ ഇത് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ആ സവാള ഇതേപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ തോരനാക്കുകയെന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഞാൻ സവാള ഇവിടെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോഴും വളരെ കുറച്ച് ഒരളവിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവൂ.
അപ്പോൾ ഇപ്പം നമുക്ക് ഇതെല്ലാം ഇട്ട് നമ്മുടെ കൈ വെച്ച് നല്ലതായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഞെരടുമ്പോൾ തന്നെ ആ മസാലകളൊക്കെ, അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ചേരുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് ഇതേപോലെ ഇളക്കുവാണെങ്കിൽ നല്ലൊരു കറിവേപ്പിലയുടെ ആ ഫ്ലേവർ ആ കറിക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നാക്കിയിട്ട് ഇത് നമുക്കൊന്ന് തോരനാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ പാത്രം നമ്മുടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടു, അത് താളിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ കടു എല്ലാം പൊട്ടിച്ചിടുകയാണ്. അതിനുശേഷം മാത്രമേ ഇതിനകത്തേക്ക് നമ്മൾ തോരനുണ്ടാക്കാൻ വേണ്ടിയുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് കടു ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ചേക്ക് വറ്റമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുവും വറ്റമുളകും നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് ആ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വെണ്ടയ്ക്ക വേവിച്ചതിന് ശേഷം കടുവ് താളിച്ച് കൊടുക്കാം. അതല്ല ഈ രീതി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കടുവ് പൊട്ടിച്ചിട്ട് ഡയറക്റ്റ് തന്നെ അതിനകത്തേക്ക് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ തോരനുണ്ടാക്കാൻ വേണ്ടി വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നല്ലതായിട്ട് തന്നെ ആ തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് ഞെരടിയത് കാരണം നല്ലതുപോലെ അത് മിക്സ് ആയിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ നിങ്ങൾ കറിവേപ്പില ഇടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതിനകത്ത് കറിവേപ്പില ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ കറിവേപ്പില ഇടുകയാണെങ്കിൽ നല്ലൊരു നല്ലൊരു ഫ്ലേവർ നമ്മുടെ തോരന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം വെണ്ടയ്ക്കകത്ത് തന്നെ ആ ഒരു കൊഴുപ്പുണ്ടല്ലോ, അതിനകത്ത് തന്നെ ഉണ്ട് ജലാംശം. അപ്പോൾ അതിനകത്ത് കിടന്ന് അതങ്ങ് വെന്തോളും. സോ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കൂട്ടി വെക്കുക. അതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് ആവിയൊക്കെ വന്ന് നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തോർത്തിയെടുക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് തോർത്തിയെടുക്കാം. കാരണം അതിനകത്തെ ആ കൊഴുപ്പ് ഇതുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ വെള്ളമയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്കത്തോരൻ ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 7 തൊട്ട് 8 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളമയം ഇല്ലാണ്ട് തന്നെ ഈ തോരന് അരിയാൻ വേണ്ടി നോക്കുക. വെള്ളമയം ഇല്ലാണ്ട് തന്നെ അരിയുമ്പോൾ തന്നെ ഒട്ടും തന്നെ അത് കുഴഞ്ഞു പോകാണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെണ്ടയ്ക്കത്തോരൻ തയ്യാറാക്കിയതിന് ശേഷം അടച്ചു വെക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ആ ആവിയിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഈ വെണ്ടയ്ക്കത്തോരൻ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ മെത്തേഡിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്താനും. അപ്പം വീണ്ടും കാണും വരേക്കും ബൈ ബൈ.